നമ്മളിന്നൊരു സീരീസ് പരിചയപ്പെടാൻ പോകുന്നത് ഇത് റോസ്റ്റിംഗ് വീഡിയോ അല്ല. ഓക്കെ, അപ്പോൾ ഏതാ സീരീസ് ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഇത് മൊത്തവും ഉണ്ട്, ഫസ്റ്റ് എപ്പിസോഡ് മൊത്തവും ഉണ്ട്. ഓക്കെ, അപ്പം ഫുള്ളും കാണാൻ സ്കിപ്പ് ചെയ്ത്. മ്യൂസിക് കമ്പോസർ ഗോപി സുന്ദർ, ഓഡിയോഗ്രാഫി MR രാജകൃഷ്ണൻ, എഡിറ്റർ അർജു പെൻ, സിനിമാറ്റോഗ്രാഫി അജയ് ഡേവിഡ് കാച്ചപ്പള്ളി, പ്രൊഡ്യൂസഡ് ബൈ M രഞ്ജിത്ത്, written and directed by Vishnu G Raghav. The title Love Under Construction. അപ്പോൾ നമ്മുടെ കഥ നടക്കുന്നത് തിരുവനന്തപുരം സിറ്റിയിൽ. പപ്പൻ അവിടെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം പപ്പൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് നമ്മൾ പപ്പനെയാണ് കാണിക്കുന്നത്. പപ്പൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുത്തെ ഒരു പ്യൂൺ വന്നിട്ട് പറയും 5 മണിയാകുമ്പോഴേക്കും അവിടുത്തെ സാറ് പോകുമെന്ന് പറയും. അപ്പോൾ പപ്പൻ പൈസ കൊടുക്കാമെന്ന് പറയും. പൈസ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് നടക്കില്ല സാറ് പോകും സാറേന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് പപ്പൻ രജിസ്റ്റർ ഓഫീസിലെ ഓരോ കല്യാണങ്ങളുടെ ഫോം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഫോമിലേക്ക് നോക്കുക. അന്നേരമാണ് 2 പേരുടെ ഫോട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ കല്യാണത്തിൻ്റെ 2 ഫോട്ടോകൾ 2 പേരുടെയാണ്. അത് ബ്ലറായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ആ ഫോട്ടോ കാണിക്കും. ഫോട്ടോ കാണിച്ചതിന് ശേഷമാണ് നമ്മുടെ ടൈറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ അത് പിന്നെയും തിരിച്ച് തിരുവനന്തപുരം സിറ്റിയിലോട്ട് പോകാം. തിരുവനന്തപുരം സിറ്റിയിൽ ഒരു ഫ്ലാറ്റിലാണ് നമ്മുടെ പപ്പൻ താമസിക്കുന്നത്. പപ്പൻ ബാത്റൂമിൽ ഇരുന്ന് ഫോണിലെന്തോ കാര്യമായിട്ട് കമൻ്റ് കണ്ടിടുകയാണ്. കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് കമൻ്റ് ഇടുന്നത് പപ്പൻ. അപ്പോൾ കുളിക്കുന്ന ഷവറിൽ ചെന്ന് ഇരുന്നു. അപ്പോഴാണ് അവിടെ ദുബായിൽ നിന്ന് വിനോദ് വിളിച്ച്. അപ്പം പപ്പൻ നേരെ ഫോണെടുക്കാൻ ചെന്നപ്പോഴോ നേരെ ക്ലോസറ്റിൻ്റെ അകത്തേക്ക് പോയി. പപ്പൻ അതെടുത്ത് നോക്കിയിട്ട് അതൊന്ന് കഴുകണമെന്നുണ്ടോ എന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കുന്നത് അമ്മയുടെ പാത്രം കൈകൊണ്ടിരിക്കും, ഫോണടിച്ച് കഴിയുമ്പം ഇവിടെ ദുബായിൽ നിന്ന് വിനോദമാണ് വിളിക്കുന്നത്. പപ്പേട്ടൻ്റെ കയ്യിൽ കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം പപ്പേട്ടൻ്റെ കയ്യിൽ കൊടുക്കാൻ നേരത്തം പപ്പേട്ടൻ വന്ന് പറഞ്ഞു അമ്മയോട്, അമ്മ ഈ ഫോണൊന്ന് അരിക്കത്തിട്ട് വെക്കാൻ പറഞ്ഞു, വെള്ളം കയറിയതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് പപ്പൻ ഫോൺ എടുത്ത് സംസാരിക്കുക. എടാ, എൻ്റെ ഫോൺ ടോയ്ലറ്റ് ഇപ്പോൾ തരുന്നു, അതാ നിൻ്റെ കോൾ വന്നപ്പോൾ ഞാൻ എടുക്കാൻ പോയപ്പോഴേക്ക് തട്ടി ക്ലോസറ്റിനകത്തേക്ക് പോയെന്ന് പറഞ്ഞു. അന്നേരം അമ്മ ചോദിക്കുക, എടാ ക്ലോസറ്റിൽ പോയ ഫോണാണോടാ എനിക്ക് തരണമെന്ന് ചോദിച്ചു. അമ്മയ്ക്ക് തന്നതെന്നു വെച്ചാൽ അരിയിലിടാൻ കൊടുത്തത് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ആ സീൻ കെട്ടി കഴിഞ്ഞാൽ അടുത്തത് പപ്പൻ റെഡിയായതിനു ശേഷം ഷർട്ട് ഇട്ടുകൊണ്ടൊക്കെയാണ് സംസാരിക്കുന്നത് പപ്പൻ. അപ്പോൾ അമ്മേനൊക്കെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ എന്തിനാ വിനോദ് വിളിച്ചതെന്നൊക്കെ അമ്മ ചോദിക്കുക പപ്പനോട്. അപ്പോൾ പപ്പൻ പറയും അവൻ്റെ ഒരു വീട് പണിയുടെ ഇപ്പുണ്ട്, അവിടുത്തെ അളവെടുക്കുക എന്നൊക്കെ പറയും. അളവൊക്കെ എടുത്തതിന് ശേഷം ഉള്ള കാര്യങ്ങളൊക്കെയാന്ന് പറയും. അപ്പോൾ അമ്മയോട് ചെന്ന് പപ്പൻ പറയും, ഇതെന്നാ ടേസ്റ്റ് അമ്മേ, ഇത് കഴിക്കാൻ വായിൽ വെക്കാൻ കൊള്ളില്ലല്ലോ. എടാ നിനക്ക് പ്രായമായെന്നൊക്കെ അമ്മ പറയും. പ്രായമായി, നിൻ്റെ കല്യാണം നടന്നില്ല, ഒന്നും നടന്നില്ല ഒക്കെ പറഞ്ഞു വിടും. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് പപ്പൻ പോണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞാൽ അമ്മ എടുത്ത് കഴിക്കുക. ഓക്കെ, ഈ സീൻ കട്ട് ചെയ്ത് അടുത്തത് പപ്പൻ ബൈക്കൊക്കെ എടുത്തുകൊണ്ട് പായുക ആ വീട് പണിയുടെ സ്ഥലത്തേക്ക്. അപ്പോൾ അവിടെ എത്തി. അവിടെ ഓവർസീരും അവൻ്റെ അച്ഛൻ സുധാകരൻ, വിനോദിൻ്റെ അച്ഛൻ സുധാകരനും പിന്നെ കോൺട്രാക്ടർ ജിജിയും അവിടെ വന്ന് നിൽപ്പുണ്ട്. അവർ കാര്യമായിട്ട് അളവൊക്കെ എടുക്കുമായിരുന്നു. അന്നേരം അപ്പോഴാണ് നമ്മുടെ സ്വന്തം പപ്പേട്ടൻ അവിടെ എത്തുന്നത്. പപ്പൻ എത്തിക്കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്
ഇപ്പം പപ്പനെത്തിക്കഴിഞ്ഞ് പപ്പൻ്റെ അടുത്താണ് ഇവരെ വിനോദിൻ്റെ അമ്മ നിൽക്കുന്നത്. വിനോദിൻ്റെ അമ്മ അപ്പോൾ വിനോദിൻ്റെ അമ്മയുടെ കയ്യിൽ പപ്പൻ കാശൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കും. അപ്പം കാശൊക്കെ കൊടുക്കണമെന്ന് പറയും കോൺട്രാക്ടർ ജിജിക്ക്. കാശൊക്കെ കൊടുക്കണം, സാറേ കാശുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ പപ്പനോട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ജിജി നേരെ നമ്മുടെ ഓവർസീർ, പേരൊന്നും ഇതിനകത്ത് ഡീറ്റെയിൽ ചെയ്യുന്നില്ല, അവരുടെ ഓവർസീർ കാര്യമായിട്ട് നോക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ അളവൊക്കെടുത്ത്. അപ്പോൾ ഓവർസീറിൻ്റെ കാശൊക്കെ ഇല്ല മാഡം, ഇപ്പോൾ കാശില്ല എന്നൊക്കെ പറഞ്ഞ് തട്ടിവിടും. തട്ടിവിടുന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടില്ല, കാശൊക്കെ വിനോദ് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് അമ്മ പയ്യെയാണ് കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ പപ്പനോട് പറയും കാശ് ഇപ്പോൾ കൊടുക്കണോടാ ഒക്കെ ചോദിക്കും. അടുത്ത സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കുന്നത് നമ്മളെ വിനോദിനെയാണ്. വിനോദ് അവിടെ പപ്പേട്ടനെ വിളിക്കുക. പപ്പേട്ടൻ പറയും, എടാ എൻ്റെ ഫോണ് പോയിരിക്കുക എന്നൊക്കെ പറയും. എൻ്റെ ഫോണ് ക്ലോസറ്റിൽ വീണെന്ന് നീ അറിഞ്ഞല്ലേ, അവിടെ ഒരു ഫോണിന് വില എത്രയോ എന്നൊക്കെ ചോദിക്കുകയാണ് പപ്പൻ. അപ്പോൾ ഒരു 20,000 അടുത്ത് വരുവാടാ എന്നൊക്കെ ചോദിക്കും പപ്പൻ. ഓക്കെ, അപ്പോൾ വിനോദ് പറയും പപ്പേട്ടനെങ്കിൽ പൈസ ഒന്നും തരണ്ട, ഫോൺ അങ്ങോട്ട് തരും, അത് മേടിച്ചാൽ മതി എന്ന് പറയും. അന്നേരമാണ് നമ്മളെ പപ്പേട്ടൻ പറയണത്, എടാ നീ കാശ് തന്നിട്ട് ഫോൺ മേടിച്ചാൽ മതി എന്ന് പറയുക. അടുത്ത സീൻ കട്ട് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്ന വിനോദം മട്ടും പപ്പൻ ആശുപത്രിയിൽ ഇരിക്കണതാണ്. ആശുപത്രിയിൽ ഇവനോടാണ് സംസാരിക്കുന്നത്, വിനോദിനോട്. അപ്പോൾ എൻ്റെ ഒരു അമ്മയുടെ ഒരു വകയിലുള്ള ഒരു ബന്ധുവിൻ്റെ മോളെങ്ങാണ്ടാവില്ലേ, ഗൗരി എന്നാ പേര്. ആ കൊച്ചിൻ്റെ നമ്പറൊക്കെ ഇവനെ കൊടുത്ത് അവളുടെ കയ്യിൽ ഫോൺ കൊടുത്തു വിട്ടാൽ മതി എന്നാണ് പപ്പൻ വിനോദിനോട് പറയണത്. ഓക്കെ, അടുത്ത സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിനോദ് പപ്പനവിടെ കാഷ്വാലിറ്റിയിൽ ഇരിക്കുന്നതായിട്ടൊക്കെയാണ് കാണിച്ചത്. അപ്പോൾ വിനോദ് ഇവിടെ ഇതൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ നമ്പറൊക്കെ നോക്കുകയാണ്. ആ നമ്പറിലെ ഇതാണ് നമ്മുടെ ഗൗരി. ഓക്കെ, അടുത്ത സീൻ കട്ട് ചെയ്താൽ പിന്നെ മാളിൽ നിൽക്കുന്ന വിനോദിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ മാളിൽ ഗൗരീനെ നോക്കി ഇരിക്കുകയാണ് നമ്മളെ വിനോദ്. അപ്പോൾ ഗൗരീനെ വിനോദ് കണ്ടെങ്കിലും അത് ഉറപ്പില്ലാതെ ഗൗരിയാണോ എന്ന്. അപ്പോൾ നേരെ എന്നിട്ട് വിനോദ് ഫോൺ എടുത്താൽ ഗൗരീനെ കൊണ്ട് വിളിക്കും. ഗൗരീനെ വിളിക്കുക, എന്നിട്ട് ഹായ് ഞാനാന്ന് പറയും. അപ്പോൾ അവർ ഇങ്ങോട്ട് ഒന്നിച്ച് ഫോൺ നേരെ ഇവിടെ എന്തൊക്കെയോ കവറൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വിനോദ് ചോദിക്കുന്നത് ഇതെന്താണെന്നൊക്കെ ചോദിക്കുക. അന്നേരം ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്, അങ്ങനെയാണ്, അതുകൊണ്ട് അവൾക്കുള്ള സാധനങ്ങളൊക്കെയാണെന്നൊക്കെ പറയും. എന്നാൽ ഇതും കൂടെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങോട്ട് കൊടുത്തു, പപ്പേട്ടനെ കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ രണ്ടുപേരും ഒന്നിച്ച് നടക്കുമായിരുന്നു. അന്നേരം എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാനൊന്ന് അവിടെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ദുബായ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കഴിച്ച് കഴിഞ്ഞ് നടന്നു പോവുകയാണ്. അപ്പോഴാണ് കുറേ ദുബായ് കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് പറയണത്. ദുബായ് ഒരു അടിപൊളി സ്ഥലമാണെന്നൊക്കെയാണ് ഇവർ പറയണത്. അതിന് ഞാൻ ഡ്രോപ്പ് ചെയ്യട്ടെ അതൊക്കെ ചോദിക്കും വിനോദം. അപ്പോൾ അവൾ കൂടെ വരും. അങ്ങനെ അവൾ കാർ കയറി ഇരിക്കുക. അവൾ കാർ കയറി നിന്നിട്ട് അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം, ഓരോ കാര്യങ്ങളൊക്കെ. താൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഒക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ലവ് ഫെയറോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ അവരിങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ അവരിങ്ങനെ ദുബായിലല്ലേ, അത് കഴിഞ്ഞ് അവിടുത്തെ സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയണത് വിനോദ് സമയം കിട്ടുകയാണെങ്കിൽ അവളോടൊന്ന് വിളിക്കാൻ പറയും. ഓക്കെ, നാട്ടിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ. ഓക്കെ, അവൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നടന്നപ്പോൾ അവൾ പറയാണ്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോയവനെ അവൾ പറഞ്ഞിട്ട് പോകുന്നു. പിന്നെ അടുത്ത സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിനോദിനെ കാണിക്കുന്നത്. വിനോദ് അവളുമായിട്ട് മീറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അവർ ഭയങ്കര വലിയ ഫ്രണ്ട്ഷിപ്പായി, അവർക്ക് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ
അവർ പ്രണയത്തിലായി. പിന്നീട് അവിടെ വേറെ വേറെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. പിന്നെ പിന്നീട് അടുത്ത സീൻ കട്ട് കഴിഞ്ഞാൽ പിന്നീട് കാണിക്കുന്നത് വിനോദ് അവളോട് പറയാട്ടോ എനിക്ക് ഒരുപാട് തന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് പറയാനുണ്ട്. പിന്നീട് സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കുന്നത് നമ്മുടെ പപ്പനെയാണ്. പപ്പൻ വിനോദിൻ്റെ അമ്മയുടെ അച്ഛനെയും കൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അവൻ്റെ ഫ്ലാറ്റിൽ റൂം എടുക്കാമെന്ന് അവിടെ വെച്ച് പറഞ്ഞു അങ്ങോട്ടേക്ക് വാന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നു. അന്നേരം തുടക്കത്തിൽ വെച്ച് അവിടെ സ്ഥലം കച്ചവടം ചെയ്തിപ്പോൾ അവിടെ വെച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും കയറ്റി വെക്കാനൊക്കെ ആയിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സീനിൽ കാണിക്കുന്നത് ഇവിടുത്തെ ലിഫ്റ്റൊക്കെ ഒന്ന് വർക്കിംഗ് അല്ലല്ലോടാ, ഒക്കെ എന്നാടാ ഇങ്ങനെ, അവിടുത്തെ എന്തോ പിള്ളേരുടെ എന്തോ സംഭവം കണ്ട, പിള്ളേർക്ക് വേണ്ടി സ്കൂൾ ബസ്സിന് അവിടെ ആ സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നീരജ് മാധവ് അഥവാ വിനോദിനെ പപ്പേട്ടൻ വിളിക്കണമായിട്ടാണ് കാണിക്കുന്നത്. പപ്പേട്ടൻ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഗൗരിയോട് മിണ്ടരുതെന്ന് അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സീനൊന്നും കണ്ടില്ല. ഓക്കെ, മിണ്ടരുതെന്ന് പറഞ്ഞാൽ പപ്പേട്ടനെ അറിയിച്ചില്ലല്ലോ ഗൗരി കൂടെ ഉണ്ടെന്നോ. അത് കഴിഞ്ഞിട്ട് ഗൗരി തട്ടിപ്പറിച്ച് ഫോൺ മേടിക്കും. എന്നിട്ട് പപ്പേട്ട എന്നോണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം സുഖമായിട്ടിരിക്കണം, ഞാൻ വിനോദിൻ്റെ ഫോൺ കൊടുത്തേ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് വിനോദിൻ്റെ കൊടുക്കാൻ പറയും. വിനോദിൻ്റെ കൊടുത്തിട്ട് പപ്പേട്ടൻ പേഴ്സണലായിട്ട് പറയണ്ട, നീ സ്പീക്കർ മോഡ് മാറ്റാൻ പറയും. അന്നേരം വിനോദ് എയർപോർട്ടൊക്കെ വെച്ച് കേട്ടോണ്ടിരിക്കുമ്പോൾ ഇവിടെ കൊണ്ട് ഹോസ്റ്റലിലാക്കാൻ കണ്ടപ്പോൾ അപ്പം പറയും. എന്നിട്ട് അത് നേരെ വിനോദ് ഗൗരിയോട് പറയും. പിന്നീട് സീൻ കണ്ടു കഴിഞ്ഞാൽ കാണിക്കുന്ന വിനോദിനെ ഓഫീസർ വിളിച്ചിട്ട് പറയുകയാണ്, ഇവിടുത്തെ കുറേ പേരെ ഇറക്കി വിടാനുമുണ്ട്, ഇവിടെ കുറേ പേര് ജോലി ചെയ്യുന്നില്ല, ആ കൂട്ടത്തിൽ ലിസ്റ്റിലുള്ള ഒരാൾ നീയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിനോദ് ചോദിക്കണേ, എന്താണ് സാർ, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, ഞാൻ അവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവൻ്റെ വീടൊക്കെ കാണിച്ചുകൊണ്ട് ഇവിടുത്തെ ഇത് എൻ്റെ ഇണക്കിയാണ്. അപ്പോൾ ഫസ്റ്റ് സീസണിലെ ഫസ്റ്റ് എപ്പിസോഡ് മുഴുവൻ ഞാൻ തീർത്ത് വിട്ട്. ഓക്കെ, ഇനി സെക്കൻഡ് എപ്പിസോഡായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ എങ്ങനെ കയറി കാണുക, ഫ്രീ ആണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇത് കാണണം കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് പോയി കാണാവുന്നതാണ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, ഇത് സാധനം തീർന്നു. ഓക്കെ, അപ്പോൾ ബൈ ബൈ. എപ്പിസോഡ്